സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ 8-10 മണിക്കൂർ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. പലയിടത്തും കാത്തുനിൽക്കേണ്ടി വന്നതിന്റെ വിഷമങ്ങൾ തീർത്ഥാടകർ പങ്കുവച്ചു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഇന്നലെ 87,000-ലധികം അയ്യപ്പന്മാരാണ് സന്നിധാനത്തെത്തി 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് മുൻപ് തന്നെ 20,000-ലധികം പേർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ എത്തുന്ന പലരും 8-10 മണിക്കൂർ കാത്തു നിന്നാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പമ്പയിൽ നിന്നും ഇന്നലെ വൈകുന്നേരം യാത്ര തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്കും പുലർച്ചെ ആയിട്ടുണ്ട്. പലപ്പോഴും പലയിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പന്മാർക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സ്വാമി എവിടുന്ന വരുന്നത്? തമിഴ്നാട്. எவ்வளோ டைம் வெயிட் பண்ணியது? நேற்று காலையில் சாயந்தரம் 6 மணிக்கு வந்த பம்பாவுக்கு. ரொம்ப ரஷ்ஷு, தண்ணி கிடையாது, பிஸ்கட்ஸ் எல்லாம் கொடுக்கல. பம்பா நிலக்கல் வரையும் இங்கேருந்து அதை சவணங்குத்தி வரையும் எதுவும் கிடைக்கல. ரொம்ப சின்ன பிள்ளைங்க ரொம்ப கஷ்டப்பட்டு இருந்தோம். ரொம்ப கீழே இருக்கிறோம். ரொம்ப கஷ்டப்பட்டு தான் வந்துகிட்டு இருக்கோம். எங்கே கூடுதல் வெயிட் பண்ணியது? பம்பாலேருந்தே தான் சாமி. 13 வரை ஆச்சு சாமி பார்க்க. 11 மணிக்கு. சாமி நீங்கள்? സ്വാമി ഇന്നലെ ഉച്ചയ്ക്ക് 10 മണിക്ക് വരിയിൽ ക്യൂവിൽ നിന്നാണ്. എന്നിട്ട് ആ വരിയിൽ നിന്ന് ഞങ്ങളെ തള്ളി പുറത്താക്കിയിട്ട് പിന്നെ വിരി പോയി നിന്ന് പിന്നെ രാത്രി 8 മണിക്ക് ക്യൂവിൽ നിന്നാണ്. പമ്പയിൽ. എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തുന്നുള്ളൂ. ഒരു വെള്ളം പോലും കുടിച്ചില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റും ഒരു കുറച്ച് വെള്ളം കിട്ടി. അത് മാത്രമേ ഭക്ഷണം. ഭയങ്കര ദുരിതം, ഭയങ്കര തള്ളി. ഞങ്ങളെ ക്യൂവിൽ നിന്നൊക്കെ ഇവിടെ തള്ളി പുറത്താക്കി. ഈ തമിഴ് സ്വാമികളെ ഭയങ്കര തള്ളിയിട്ട് ഇങ്ങോട്ട് കുട്ടികളുണ്ടായിരുന്നു. മളിയപ്പുറം ഒക്കെ ഇപ്പൊ കൂട്ടം തെറ്റി. ഞങ്ങള് 90 ആളുണ്ടായിരുന്നു. ആ 90 ആൾ ക്യൂരിലൊന്നായിട്ട് പോകുന്നില്ല. ഒക്കെ ഇപ്പം അലങ്കോലപ്പെട്ട് ഇനിയിപ്പോൾ എവിടെയൊക്കെ എന്നുള്ളത് അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞാൻ പമ്പയിൽ 8 മണിക്ക് കയറിയതാണ്. ഇന്നലെ രാത്രി. പക്ഷേ പിന്നെ 10 മണിക്കൂറായി. 10 മണിക്കൂറായി. പിന്നെ നമ്മള് മകൻ ഉണ്ടായിരുന്നു. അവനെ തലച്ചുറ്റൽ ഒക്കെ സംബന്ധിച്ച് ഡോക്ടറെ കാണിച്ച് ഇല്ലാതെ ഭക്ഷണം കിട്ടിയില്ല. അത് ബുദ്ധിമുട്ടായി. ಸ್ವಾಮಿ ನಮ್ದು ಕರ್ನಾಟಕ. ಟೈಮು ಬೆಳಗ್ಗೆ 6 ಗಂಟೆ ಆಯಿತು. 12 ಗಂಟೆಯಿಂದ ಈ ടൈം മിസ്സായത്. റഷ് ಇದೆ. അതാണ് അയ്യപ്പന്മാർക്കെല്ലാം പങ്കുവെക്കാനുള്ളത്. പമ്പയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവിടെ അയ്യപ്പന്മാരെ വളരെ ഏറെ നേരം നിയന്ത്രിച്ചാണ്, സമയം കാത്തു നിർത്തിയാണ് കടത്തിവിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും 8-10 മണിക്കൂർ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. വരുന്ന വഴിക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ ദുരിതത്തിലായി. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അതിൻ്റെ അനുഭവങ്ങളാണ് അയ്യപ്പന്മാർ പങ്കുവച്ചത്. എന്നാണെങ്കിലും സന്നിധാനത്ത് ഇന്നും 90,000-ലധികം പേര് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനി അവധി ദിവസം കൂടി വരുന്നതോടെ ഈ തിരക്ക് ഇനിയും കൂടും. എന്നാണെങ്കിലും പോലീസിന്റെ സംവിധാനങ്ങളും കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഒരു പോലീസിന്റെ യൂണിറ്റ് മാറുമ്പോൾ സാധാരണ മാറുന്നത് പോലെ മാറാൻ ഇപ്പോൾ കഴിയുകയില്ല.